ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആദീസ് മിനി വേൾഡ്. ഇറ്റ്സ് മീ ആദി. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എൻ്റെ കോളേജിലെ ഓണവിശേഷങ്ങളിലേക്കാണ്. പെട്ടെന്ന് അവിടേക്ക് അനിൽ സാറും ദിൽരാജ് സാറും ഒക്കെ വന്നിട്ട് പറഞ്ഞു, ഇനി നമുക്ക് സദ്യക്ക് ശേഷം ആകാമെന്ന്. ഈശ്വര പ്രാർത്ഥന ഇല്ലാത്ത എന്ത് ഓണം ആഘോഷം അല്ലേ? ഈശ്വര പ്രാർത്ഥനയോട് കൂടിയാണ് ഞങ്ങളുടെ പ്രോഗ്രാം തുടങ്ങുന്നത്. ഓണസദ്യ ഇല്ലാണ്ട് എന്ത് ഓണം അല്ലേ? അപ്പൊ ഞങ്ങളുടെ ഓണപരിപാടിക്കും വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടായിരുന്നു. 2 പായസത്തോടു കൂടി ബോളിയും. തെക്കോട്ടൊക്കെ ബോളി എന്താണെന്നുള്ളത് ആർക്കും പറഞ്ഞു തരേണ്ടതില്ല. ബോളി നമ്മളുടെ സദ്യയിലൊക്കെ ഇവിടെ പ്രധാനമാണ്. നമ്മുടെ ഇവിടോട്ടൊക്കെ ഇപ്പോഴാണ് ഇത് പ്രധാനിയായത്. അപ്പോൾ ബോളിയോട് കൂടിയ സദ്യയൊക്കെ കഴിച്ച് എൻ്റെ കുഞ്ഞു കുറുമ്പൻ അവിടെ അടുത്തിരിക്കുന്ന ഷാലറ്റിനോടും ഷെഫി ചേച്ചിയോടും ഒക്കെ എന്തൊക്കെയോ വികൃതി കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും സദ്യ ആസ്വദിച്ച് കഴിക്കാനായിട്ട് പോവുകയാണ്.
പ്രായക്കാർ ചേർന്നുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ. ആ സൗഹൃദ കൂട്ടായ്മയിൽ കുറച്ച് കൊച്ചു കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊപ്പം ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയ കുട്ടി. എന്തായാലും ഓണ പ്രോഗ്രാം തുടങ്ങുകയായി. ജയകുമാർ സാറാണ് പ്രോഗ്രാമിന് തുടക്കമിട്ടത്. അതിനുശേഷം പല പാട്ടുകൾ കോർത്തിണക്കി പ്രഭ ടീച്ചർ പാടുകയുണ്ടായി. ഇത്ര നല്ലൊരു പാട്ടുകാരി കൂട്ടത്തിലുണ്ടെന്നുള്ളത് അന്നാണ് ഞങ്ങൾ അറിയുന്നത്. പിന്നെ ഓരോ പ്രോഗ്രാംസും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരുന്നു. നല്ല വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചതുപോലെ തന്നെ വിഭവസമൃദ്ധമായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം. അങ്ങനെ തന്നെ വേണം പറയാൻ. പിന്നെ ദിൽരാജ് സാറിൻ്റെ പാട്ട്, സാറും പാടുമെന്നുള്ളത് ഞങ്ങൾക്ക് നേരത്തെ അറിയാം. കവിതയൊക്കെ ചൊല്ലി നമ്മളുടെ ഗ്രൂപ്പിൽ പലപ്പോഴും, ഗ്രൂപ്പിലല്ല ക്ലാസ്സിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈണവും താളവും ഉള്ള ഒരു ശബ്ദം സാറിനുണ്ടെന്ന് അറിയാമായിരുന്നു. എങ്കിലും സാറിൻ്റെ പാട്ടും അന്ന് വളരെ മനോഹരമായി കേൾക്കാൻ കഴിഞ്ഞു. ഈ പ്രോഗ്രാമിലേക്ക് എന്തുകൊണ്ടും കോർഡിനേഷൻ ചെയ്യാൻ വേണ്ടി മുൻപിട്ട് നിന്ന് അനിൽ സാറും ദിൽരാജ് സാറും അതുപോലെ സജീവ് സാറും അങ്ങനെ കുറേ നല്ല മനുഷ്യർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ. പിന്നെ തിരുവാതിരയിലേക്ക് കടക്കുകയാണ്. തട്ടിക്കൊട്ടിയ തിരുവാതിര എന്ന് പറയണോ അതോ പെട്ടെന്നുണ്ടായ തിരുവാതിര എന്ന് പറയണോ? എന്തായാലും വലിയ കുഴപ്പങ്ങളില്ലാതെ ആ തിരുവാതിര ഞങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ പല വേഷങ്ങളുണ്ടാവാം. വേഷങ്ങൾ കണ്ടിട്ട് ആരും പെട്ടെന്ന് ഞെട്ടണ്ട. കൂട്ടത്തിൽ അന്ന് ഓണ പ്രോഗ്രാമിന് സെറ്റ് സാരിയോ അല്ലെങ്കിൽ സെറ്റ് മുണ്ടോ ഒന്നും ഉപയോഗിക്കാതെ വന്നവരും ഞങ്ങളുടെ കൂട്ടത്തിൽ തിരുവാതിര കളിക്കുകയുണ്ടായി. അതിനെ ഒരു നെഗറ്റീവായിട്ട് ആരും പറയരുത്. ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയിൽ എന്ത് വേർതിരിവ്! വസ്ത്രത്തിനും വേർതിരിവില്ല, സ്നേഹത്തിനും വേർതിരിവില്ല. നല്ല മനുഷ്യർ ചേർന്ന ഒരു നല്ല സൗഹൃദ കൂട്ടായ്മ. പിന്നെ സുന്ദരിക്ക് പൊട്ടുതൊടിയിലായിരുന്നു. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പങ്കെടുത്ത സുന്ദരിക്ക് പൊട്ടുതൊടൽ എങ്ങനെയുണ്ടെന്നുള്ളത് ഇനി നിങ്ങൾക്ക് കണ്ടറിയാം. പിന്നെ പാട്ടുകൾ പാടുകയായി. പാട്ട് പാടാനായിട്ട് സജീവ് സാറും ഞാനും അതുപോലെ തന്നെ ദിൽരാജ് സാറും പ്രഭ ടീച്ചറും ഒക്കെ മുന്നിട്ട് വന്നു. പക്ഷേ ഈ കൂട്ടത്തിൽ ഞങ്ങളുടെ ഈ ഓണാഘോഷത്തെ വേദ ടീച്ചറിനെ ഏറ്റവും നന്നായിട്ട് ഒരു പക്ഷേ പാടുമായിരുന്ന വേദലക്ഷ്മി ടീച്ചറിനെ ശരിക്കും മിസ് ചെയ്തു. ഞാനത് അവിടെ പറയുകയുണ്ടായി. ടീച്ചറിൻ്റെ വീട്ടിൽ നടന്നു വരുന്ന ദയാനന്ദം പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ് ടീച്ചറിന് വരാൻ കഴിയാതെ പോയത്. എന്തായാലും ടീച്ചറിനെയും മിസ് ചെയ്തു. പിന്നെ സുന്ദരിക്ക് പൊട്ടുതൊടൽ വീണ്ടും തുടർന്നു. അങ്ങനെ പല പ്രോഗ്രാമുകളുമായിട്ട് ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇത് വേർപിരിഞ്ഞ് പെട്ടെന്ന് പോവുമോ? ഈ സൗഹൃദ കൂട്ടായ്മ ഇത്ര വേഗം തീർന്നു പോകുകയാണോ? ഇനി ഞങ്ങൾക്ക് മുൻപിൽ ഒരു സെമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സുഹൃത്തുക്കളെയൊക്കെ എവിടെ വെച്ച് കാണും? പിരിഞ്ഞു പോകുന്നതിൻ്റെ വിഷമം ധാരാളമാണ് മനസ്സിലിപ്പോഴും. എങ്കിലും ഓണം ഞങ്ങൾ ഒട്ടും വിട്ടുകളഞ്ഞില്ല. നല്ല കാര്യമായി തന്നെ ഞങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. ഇനി ഒരു ഓണം കൂടി ഞങ്ങൾക്ക് കൂടാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. 2023-2025 ബാച്ചിലെ MA മലയാളം പഠിതാക്കളുടെ ഓണാഘോഷം ഇവിടെ അവസാനിക്കുകയാണ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.